നേരത്തെ തുടങ്ങിയോ? നീ എന്താ ഫോൺ എടുക്കാത്ത? അതെ, തോന്നുമ്പം വരാനും പോവാനും ഓഫീസിൽ നിന്റെ കുടുംബസ്വത്തൊന്നും അല്ല കേട്ടോ. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ട് ചേട്ടാ ചേട്ടാന്ന് വിളിച്ച് ഓടി വന്നിട്ട് ഒരു കാര്യമില്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. സാറെന്താണ് ഒന്നും മിണ്ടാത്ത? വയല് പിരി കിട്ടിയോ? എന്താടാ? ഇത് ഫേക്ക് ഐഡി, ഫേക്ക് ഫോട്ടോ, എല്ലാം ഫേക്കാ. അമ്മാരെൻ്റെ കൈ കിട്ടിയ നീ ടെൻഷൻ അടിക്കല്ലേ. സൈബറിലെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഞാൻ വേണ്ടെന്ന് വിളിക്കാം. പിന്നെ നമുക്ക് പൊക്കാടാ, പിന്നെ പൊക്കാം. അതെ, ഫ്രണ്ടിൻ്റെ വൈഫാ. അത് സാരമില്ല. പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. ശരി, ഞാൻ വിളിച്ചോളാം. ഡാ, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നീ ഒരു ദിവസം വെയിറ്റ് ചെയ്യും. ഇവൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവൻ എടുത്തു തരും. അവളറിഞ്ഞോ? ഇല്ല, അറിയിക്കണ്ട. പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ. ജാൻസി പറ. എന്റെ ജാൻസി എപ്പോ നോക്കിയാൽ ഈ ക്ലിയറൻസിന്റെ കാര്യം പറ്റൂലും കിട്ടേച്ച് പോണ ഈ പണി. ഇതെന്താ വിനോദേട്ടാ, എപ്പോ നോക്കിയാലും ഇങ്ങനെ മോഹം വീർപ്പിച്ച് ദേഷ്യപ്പെട്ടിരിക്കുന്നേ? സഹിക്കുന്നില്ല. ഗൗരി, ഒരു മനുഷ്യൻ എപ്പോഴും ഒരേപോലെ ഇരിക്കാൻ പറ്റുമോ? നിന്റെ ഈ ആക്ഷയിൽ പോയിട്ട് വെറുതെ പോയിട്ട് കസേരയിൽ ഇരിക്കുന്ന പോലെയല്ല ഇതൊക്കെ ഇവിടുന്ന് പറഞ്ഞ് മനസ്സിലാവാൻ. അതെന്ത് വർത്താനാ വിനോദേട്ടാ? വിനോദേട്ടൻ പറഞ്ഞിട്ടല്ല ഞാൻ അക്ഷയ് പോവാൻ വേണ്ടി തുടങ്ങിയത്. എന്റെ ഗൗരി, എന്നെ ഇങ്ങനെ വട്ട് പിടിപ്പിക്കില്ല. അവൻ്റെ ഫുൾ ഡീറ്റെയിൽസ് തപ്പിയെടുത്ത്. വട്ടമ്പലത്ത് അനീഷ്, അങ്ങനെയാണ് അവൻ അറിയപ്പെടുന്നത്. ലോക്കൽ ടീം തന്നെയാണ്. നമ്മുടെ കലൂര് SRM റോഡിലെവിടെയാണ് അവൻ്റെ വീട്. എന്തോ ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ടായിരുന്നത് പൂട്ടി. ഇപ്പം എന്തോ തക്കിട പരിപാടികളൊക്കെയാണ്. നീ ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അവർ ഒഫീഷ്യലായിട്ട് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പേജിൽ നിന്ന് എന്തായാലും ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത്. അതുകൊണ്ട് ഇനിയും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലടാ. നിന്റെ പണി നടക്കട്ടെ കേട്ടോ. നീ അങ്ങോട്ട് ഡ്രസ് ഇട്ടിട്ട്? ചെറിയൊരു ഫീൽഡ് വർക്ക് ഉണ്ട്. ചേട്ടാ ചേട്ടാ പറഞ്ഞോ. ഈ അനീഷിന്റെ വീട് ഏതാ? ഇവിടെ ഒരുപാട് അനീഷുമാരുണ്ട്. അഡ്രസ് വല്ലതും കയ്യിലുണ്ടോ? ഈ വട്ടമ്പലത്തിലെ അനീഷ്. മൊബൈൽ കട നടത്തണേ. ഈ വഴിക്ക് നേരെ പോയാൽ മതി. വലത്തേക്ക് തിരിഞ്ഞിട്ട് രണ്ടാമത്തെ വീടാണ് അനീഷിന്റെ വീട്. ഓക്കെ ഏട്ടാ, താങ്ക് യു. എല്ലാരും ഇപ്പൊ ഓൺലൈൻ ഫുഡായി. എന്താ അല്ലേ?
എന്താ? ഈ അനീഷ്, ആ അതെ ഞാനാ. ഈ 77366590 തന്റെ നമ്പറല്ലേ? ആ എൻ്റെ നമ്പറാ. ഞാൻ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഇത് ആര് ഓർഡർ ചെയ്തതാ? എന്താ ആരാ മോനെ ഇത്? ഒന്നുമില്ലമ്മേ, പഴയ ഫ്രണ്ട്സാ. കുറച്ച് നാളായി കണ്ടിട്ട്. ബാ ബാടെ നമുക്ക് അവിടെ പോയി സംസാരിക്കാം. ബാ. ആ. നീ ഇത് എവിട്ടായിരുന്നു? വീട്ടിൽ വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പറയണേ. നമുക്ക് സംസാരിക്കാം, അവിടെ പോയി സംസാരിക്കാം. മലരെ, നീ ഏതാണോ എന്താണോ എനിക്കറിയില്ല, അവളായിട്ടുള്ള ബന്ധം എനിക്കറിയില്ല. ലേട്ടങ്ങേറ് പണിക്കാണ് ഇവിടെ വന്നെങ്കിൽ അനീഷെ പറ്റി ചോദിച്ചായി നീ എന്റെ വീടായി പോയില്ല അടിച്ച് ഞാൻ. ഞാനല്ല ചേട്ടാ ചെയ്തേ. നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ അപ്ലോഡ് ചെയ്ത ഫോട്ടോ? എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ചെയ്തിട്ടാ. ഏത് ഗ്രൂപ്പ്? ഇട്ടത് ഞാനാ, പക്ഷെ വേറൊരു പേജിൽ കോപ്പി ചെയ്ത് ഞാനിട്ട് എന്റെ ബിസിനസിന് വേണ്ടി. എന്ത് ബിസിനസ്സാ പറ? ഇനി പറഞ്ഞോ. എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ നല്ല ക്ലയൻസും ഉണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് നല്ല പെമ്പിള്ളേരും ഉണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഒന്ന് ആക്റ്റീവ് ആയിരുന്നാലേ എൻ്റെ ബിസിനസ് നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പോസ്റ്റ് ഇട്ടത്. നിനക്കത് ഏത് പേജിൽ നിന്ന് കിട്ടിയ? നടികൾ വെടികൾ. വാ, നീ ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതറിഞ്ഞോണ്ടെ പോയി അവനെ തല്ലാൻ നീ ആരാണ്? ഗുണ്ടയോ? ഡീറ്റെയിൽസ് എടുത്ത് തന്നാ എന്നെ വേണം ആദ്യം അടിക്കാൻ. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ ചേട്ടനീ പറയുന്നത്? അവനൊക്കെ 2 എണ്ണം കിട്ടിയാലേ പഠിക്കുള്ളൂ. ചേട്ടാ, അതിനാണ് ഇവിടെ പോലീസ് ഉള്ളത്. അവൻ നിന്റെ പേരിൽ കൊണ്ടൊരു കേസ് കൊടുത്തിരുന്ന നീ എന്ത് ചെയ്തേനെ? പോലീസ് സ്റ്റേഷൻ, കോടതി എന്നൊക്കെ പറഞ്ഞ് പിന്നെ കയറി ഇറങ്ങി നടക്കണ്ടേ? ആരുണ്ട് ഇതിനൊക്കെ കൂടെ? ചേട്ടൻ എന്താ മനസ്സിലാക്കാത്തെ? ഞാൻ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. ജീവിതത്തിൽ സന്തോഷം നിന്ന് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇടയിലായി. എടാ, ഞാൻ പറഞ്ഞതൊക്കെ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാ. ഒരു കാര്യം ചെയ്യാം, നാളെ ആ സക്രിയെ പോയി നേരിട്ട് കാണാം. ഏയ്, അത് വേണ്ട. അങ്ങനെ കഴിഞ്ഞാൽ അവളറിയും. പോലീസ് കംപ്ലൈന്റ് ഒന്നും വേണ്ട. എടാ, ഒഫീഷ്യലി അല്ല, അതല്ലാതെ നേരിട്ടൊന്ന് സംസാരിച്ച് നോക്കാം. വേറെ എന്തെങ്കിലും വഴിയുണ്ട് അയാൾ പറഞ്ഞു തരുമല്ലോ. ചായകുടി. ആ അമ്മ. ആ മോളെ, നിന്റെ കണ്ണുമുഖം എന്താടി വീങ്ങിയിരിക്കുന്നേ? നീ ഒന്ന് കരയായിരുന്നോ? ഇല്ല അമ്മേ, എനിക്ക് ക്ഷീണമുണ്ട്. ഈ സമയത്തെ മരുന്ന് മാത്രം കഴിച്ചാ പോരാ, നല്ല പോലെ ഭക്ഷണം കഴിക്കണം. മോള് വിനോദിനോട് പറഞ്ഞിട്ട് 2 ആഴ്ച ഇവിടെ വന്നിട്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല അമ്മേ, ഒരു പ്രശ്നമില്ല. അമ്മ ദേ വിനോദേട്ടൻ വന്നു. ഞാൻ ഭക്ഷണം എടുത്തു കൊടുക്കട്ടെ, പിന്നെ വിളിക്കാം. ഇതെന്താ ഇരുന്ന് കളഞ്ഞ്? വാ, ഞാൻ ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ട്, എന്നാ കഴിക്കാം. ഇല്ല, ഞാൻ കഴിച്ചു. കഴിച്ചോ? ജോയിച്ചതിൻ്റെ ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ അവിടുന്ന് കഴിച്ചു. ഒന്ന് വിളിച്ച് പറയായിരുന്നു. ഒരു കാര്യം ചെയ്ത് നീ കഴിച്ചോ, എന്നിട്ട് കിടന്നു. എനിക്കൊന്ന് 2 കോൾ ചെയ്യാനുണ്ട്.